ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവും പ്രവചന പഠനവും ഇസ്രായേൽ ചരിത്രവും 234 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. യോനയുടെ പ്രവചനത്തിന്റെ 3-ാമത്തെ ഭാഗം. 3-ാം അധ്യായത്തിലെ നമ്മുടെ കർത്താവും പ്രവാചകനായിരിക്കുന്ന യോനയും കൂടെ ഒരുമിച്ചുള്ള യാത്രയാണ്. 3 ദിവസം നടന്നാണ് ആ മഹാനഗരത്തിൽ എത്തിയത്. ആ നഗരത്തെ പറ്റി പറയുന്നത് അതിമനോഹരമായ ഒരു നഗരമായിരുന്നു. 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. തന്റെ പ്രസംഗം തുടങ്ങി എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്ത വാക്കാണ് പ്രസംഗം. വെറും 5 സെക്കൻഡ് കൊണ്ട് തന്റെ പ്രസംഗം തീരും. അതൊരു വല്ലാത്തൊരു പ്രസംഗമല്ലേ? നമുക്ക് നോക്കാം ആ പ്രസംഗം. ഇനിയും 1-ാമത്തെ ഭാഗമാണ്. 40 ദിവസം കഴിഞ്ഞാൽ നിനവ ഉന്മൂലമാകും. ഒരു 6 വാക്ക് 5 സെക്കൻഡ്, ഇത്രയുള്ള പ്രസംഗം. ഇതിനു വേണ്ടിയാണ് യോനയെ ദൈവം അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചത്. ഈ പ്രസംഗമാണ് അവർക്ക് വിരോധമായിട്ട് പ്രസംഗിക്കാനായിട്ട് പറഞ്ഞത്. എന്തുകൊണ്ട് ദൈവം നേരത്തെ പറഞ്ഞില്ല? നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുകയില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കാം. എന്നൊരു കാര്യം, അവിടെ ചെല്ലുമ്പോൾ ദൂത് ദൈവം തരുവുള്ളൂ. ഏലിയാവിനോട് പറഞ്ഞു, സരഫാത്തിൽ ഞാനൊരു വിധിയോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്താന്ന് പറഞ്ഞില്ല. അവിടെ ചെല്ലുമ്പോഴേ അതിശയം കാണുകയുള്ളൂ. ഈ 6 വാക്കിലെ പ്രസംഗമാണ് യോനെ നീ നിലവിലെ പോയി പ്രസംഗിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യോനെ സംബന്ധിച്ച് ആരുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നവനാണ്. ആത്മീയനല്ല. അദ്ദേഹം ദൈവത്തിന് മുഖത്ത് നോക്കി പറഞ്ഞേനെ, വേറെ ആരെങ്കിലും കണ്ടോളാൻ പറഞ്ഞേനെ. എന്നെ ഇത്രയും കഷ്ടപ്പെടുത്തി ഈ കപ്പലൊക്കെ കയറി അവിടെ ചെന്ന് ഈ 6 വാക്ക് പറയാൻ വേണ്ടിയോ അല്ലെങ്കിൽ 7 വാക്ക് പറയാൻ വേണ്ടിയാണോ എന്നെ? അതിന് വേറെ വല്ലവരും കണ്ടേനെന്ന് ഈ പ്രവാചകനായിരിക്കുന്ന യോന ദൈവത്തിന് മുഖത്ത് നോക്കി പറയും. ദൈവത്തിനറിയാം. കാരണം ഒരു പാവത്താനാ, പക്ഷെ കാര്യമൊക്കെ പറയും. പ്രവാചകനോട് ചെന്നു. ഓരോ സ്ഥലത്തും പ്രസംഗങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. കാരണം 40 ദിവസമേ ആയുസുള്ളൂ. ഇത് തകർന്നു പോകും. പേടിച്ചുപോയി. രാജാവ് മുതലേ അവിടെ കുണ്ടറെ കിടന്ന പുള്ളിയെയും ഉപവസിപ്പാൻ രാജാവ് ആജ്ഞാപിച്ചു. ലോക ചരിത്രത്തിലെ ഒരു വല്ലാത്തൊരു ഉപവാസമാണ് രാജാവിന്റെ പ്രഖ്യാപനം. വെള്ളം പോലും കുടിക്കരുത്, മൃഗങ്ങളും കൊടുക്കരുത്. നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണം. നമ്മൾ വിചാരിക്കുന്നത് വലിയ വാക്കുകൾ പറയുന്നത് കൊണ്ടാണ് ആളുകളൊക്കെ മനം തിരിയുന്നത്. വെറുതെയാ. ദൈവം പറയുന്ന വാക്ക് മാത്രം പറഞ്ഞു നോക്കിക്കേ. പക്ഷേ പറയുന്ന അത്ര ഒരു സന്തോഷം കാണിയേല. ഈ കേൾക്കുന്ന വിശ്വാസികളാരും പോട്ടെ, വിശ്വാസികൾക്ക് വലിയ സന്തോഷം കാണിയേല. ഇന്നത്തെ നമ്മുടെ കൺവെൻഷനൊക്കെ ജനങ്ങൾക്ക് സന്തോഷം വരുന്നതായ പ്രസംഗം പ്രസംഗിച്ചാലേ ആ ജനങ്ങൾ പറയും നല്ല പ്രസംഗമായിരുന്നത്. പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ശിക്ഷാവിധിയെക്കുറിച്ചും ഒക്കെ പ്രസംഗിച്ചാൽ ജനങ്ങൾ പറയും ഇത് കേട്ട് മടുത്തു എന്ന് പറയും. എന്നാൽ നമുക്ക് വലിയൊരു അനുഗ്രഹം വരാൻ പോകുമെന്നൊക്കെ പറഞ്ഞില്ലേ, ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കിട്ടത്തുമില്ല, ഒരു കാര്യം ഉണ്ടായില്ല. ദൈവം പറയുന്ന വാക്ക് അതിനത്ര പവറാണ്. അത് സമമായ ഒരു വാക്ക് മനുഷ്യനുണ്ടാക്കിയാലും പറ്റിയേല. അവിടെ വലിയ മാനസാന്തരം നടന്നു. എങ്ങനാ? അവരുടെ ഒറിജിനൽ വസ്ത്രമൊക്കെ മാറി, ചാക്ക് പൊതിഞ്ഞു, രട്ടെടുത്തു. അവർ നിലവിളിക്കാൻ തുടങ്ങി. 40 ദിവസമേ ഉള്ളിനിയും
ഈ അനർത്ഥത്തിൽ നിന്നും ദൈവമേ ഞങ്ങളെ വിടുവിക്കണമേ. അവിടെ പറയുന്നത് ദൈവം അനുദപിച്ചു. അവിടെ മേൽ ചെയ്യാൻ പോകുന്നതായ ന്യായവിധി ദൈവത്തിന് അനുതാപമുണ്ടായെന്ന് പറഞ്ഞാൽ ഇല്ല, മാറ്റിവെച്ചിരിക്കുന്നു, ഇപ്പോൾ ഇല്ല. ഒരു കാര്യം കൂടെ ഓർക്കണം, വിശ്വാസി, നമ്മൾ മഹാഭാവമൊക്കെ ചെയ്ത് ദൈവസന്നിധാനത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ദൈവത്തിന് അനുതാപം ഉണ്ടാകുന്നൊന്നും വിചാരിക്കേണ്ട. അങ്ങനെ ബൈബിളൊന്നും പഠിപ്പിക്കുന്നില്ല. അത് ഭൂമി ചെയ്യുന്ന തെറ്റിനെ ഇവിടെ വെച്ച് തന്നെ അടി മേടിച്ചിട്ടേ പോകുകയുള്ളൂ. വെറുതെ മനുഷ്യൻ കളിപ്പിക്കുകയാണ്, ക്ഷമിച്ചിരിക്കുന്നു. പാപിയുടെ നിലവിളി മാനസാന്തരത്തിലേക്ക് വരുമ്പം ദൈവം അനുദപിച്ച് അവന്റെ മേലുള്ളതായ ന്യായവിധി മാറ്റിയിരിക്കും കൂടെ ഈ ദൂത് ഓർപ്പിച്ചു കൊള്ളും. ജനം മാനസാന്തരപ്പെട്ടത് സത്യത്തില് നമ്മൾ പ്രവാചക യോനയ്ക്ക് സന്തോഷം കണ്ടുന്നില്ലേ? അവന് സന്തോഷം വന്നില്ല, അവൻ ദേഷ്യം വന്നു, അവൻ കോപിച്ചു. കാരണം ഇവൻ വിചാരിച്ച് അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ ഇവരെല്ലാം ചത്തുപോകുന്നതാണ്. അവൻ ഭയങ്കര കോപമായി. ദൈവമമ്പരം ചോദിച്ചു, പ്രവാചക യോനെ, നീ എന്തിനു കോപിക്കുന്നു? 4:9 നീ കോപിക്കുന്നു എന്തേ? ദൈവം ചോദിച്ചതിന് പ്രവാചകന്റെ ഉത്തരം, മരണം വരെയെന്ന് ഞാൻ കോപിക്കും. യോന പോയി കുടിലൊക്കെ കെട്ടി നോക്കി നിന്നു, ഇവരെ ദൈവത്തിന്റെ ശിക്ഷ കാണാൻ വേണ്ടി. ഒരു പാവത്താനന്ന്. കാരണം ഇവർ അത്രമാത്രം പാപം ചെയ്തപ്പോൾ എന്നൊരു ശിക്ഷ കിട്ടണം, കൊടുക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ പുള്ളിക്കാരൻ കോപിച്ചത്, അല്ലാതെ വേറൊന്നുമല്ല. എന്നാൽ ഇവൻ കോപിച്ചത് കൊണ്ട് ദൈവം ഇവന്റെ ശിശുവിലൊന്നും മാറ്റാനായിട്ട് തീരുമാനിച്ചില്ല. അവിടെ പ്രവാചകന്മാർ ദൈവത്തോട് കോപിക്കണമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെ പശ്ചാത്തലം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ ചിന്തിക്കാവൂ. തന്റെ ആ വാക്കിനാൽ 1,20,000 ചെല്ലുവാൻ ആളുകൾ മനം തിരിഞ്ഞു, പാപത്തിൽ നിന്നും പുറത്തേക്ക് വന്നു. പ്രിയരെ, ഒരു കാര്യം ഓർത്തുകൊള്ളുക. പണ്ടൊക്കെ നമ്മുടെ ദൈവദാസന്മാരെ അവർ പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഇംഗ്ലീഷ് അറിയലായിരുന്നു, ഗ്രീക്ക് അറിയലായിരുന്നു, എബ്രായ അറിയലായിരുന്നു. ദൈവം കൊടുത്ത ദൂത് പ്രസംഗിച്ചു, കൂട്ടമായി സ്നാനപ്പെടുന്നു. ഇന്ന് ചിലർ 2-3 ഗ്രീക്ക് എബ്രായ പഠിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന പ്രയോഗമുണ്ട്, മലയാളത്തിൽ തെറ്റാണ്. ആ ഗ്രീക്കിൽ ഇതിങ്ങനാണ്, മലയാളം തെറ്റാണ്. ചുരുക്കം പറഞ്ഞാൽ ഇവര് പറയുന്നതനുസരിച്ച് മലയാളം എല്ലാം തെറ്റായി പോയല്ലേ. വെറുതെ ഗ്രീക്കുകാർ ഗ്രീക്കിൽ പ്രസംഗിക്കട്ടെ, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷ് പ്രസംഗിക്കട്ടെ, ഹിബ്രു അറിയാവുന്ന ഹിബ്രു പ്രസംഗിക്കട്ടെ. നമ്മുടെ മാതൃഭാഷ പ്രസംഗിച്ചു നോക്കൂ, അവിടെയും പ്രവർത്തിക്കും. ദൈവത്തിന്റെ വചനത്തെ ഗ്രീക്ക് കൊണ്ടും എബ്രായ ഭാഷയാണെന്നും പറഞ്ഞ് ഒന്നും അറിയാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഒരു വലിയ മിടുക്കന്മാരാകാൻ ശ്രമിക്കുന്ന ആളുകളെ നിങ്ങളുടെ ജീവിതത്തിൽ മുട്ടേലിരുന്ന് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജനങ്ങൾക്ക് കൊടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കൂ. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജനങ്ങൾ കൊടുക്കുന്ന ദൈവദാസന്മാർ ഉണരുക, ദൈവം അവരെ ഉപയോഗിക്കും. യോനയുടെ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. തുടർന്നും ക്ലാസ് എടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഇവരുടെയും വിലപ്പെട്ട പ്രാർത്ഥന ഉണ്ടായിരിക്കണം. യേശു വരാറായി, ഭാരതത്തിൽ ഒരു ഉണർവുണ്ടാകാൻ പോകുന്നു. നിങ്ങൾ അംഗമാകുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. Thank you.